ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഈ സൈൻ ബോർഡ്സ് ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മൾ സൈൻ ബോർഡ്സ് പല സൈൻ ബോർഡ്സ് വെക്കാം. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രീ ബിൽഡ് സൈൻ ബോർഡ് ഉണ്ട്, ഒന്ന് എഡിറ്റബിൾ സൈൻ ബോർഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു എഡിറ്റബിൾ സൈൻ ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു മാപ്പാണ്. ഇവിടെ ജസ്റ്റ് ഒരു സൈൻ ബോർഡ് നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു സൈൻ സെക്ഷൻ ഉണ്ടല്ലോ, സൈൻ മോഡൽ, സൈൻ സ്റ്റാൻഡ്, ഇതിൽ ഏതിലാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പോകുമ്പോൾ ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ പോകുമ്പോൾ കുറേ ബോർഡുകൾ കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് മാപ്പിലേക്ക് വലിച്ചിടാം. സാധാരണ നമ്മൾ ബിൽഡിങ്സ് ഒക്കെ വലിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചിടാം. ഇത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. നമ്മൾ ഇതല്ല ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ വന്നത്, ഇതൊരു ജസ്റ്റ് ഒരു ഡമ്മിയാണ്. ഇത് ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക, എന്നിട്ട് എസ്കേപ്പ് അടിക്കുക, എന്നിട്ട് കൺട്രോൾ പി അടിക്കുക. കൺട്രോൾ പി അടിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ആംഗിൾ ഒന്ന് റെഡി ആക്കട്ടെ. എന്നിട്ട് കൺട്രോൾ പി അടിച്ച് പ്രോപ്പർട്ടീസ് എടുക്കുക. എന്നിട്ട് മേക്ക് ടെംപ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടല്ലോ, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് സൈൻ, ആ മേക്ക് ടെംപ്ലേറ്റഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ബോർഡ് മാറും. നമ്മൾ നേരത്തെ എടുത്ത ബോർഡല്ല ഇവിടെ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ കാറ്റഗറി മോഡലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാറ്റാം. എന്നിട്ട് എഡിറ്റ് സൈനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ടെക്സ്റ്റ്, ന്യൂ ടെക്സ്റ്റ് എന്ന് കണ്ടോ, ആ ടെക്സ്റ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, മാറ്റി കൊടുക്കേണ്ടത്. അവിടെ എന്താണോ നമുക്ക് വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ആ ഫോണ്ട് എന്നുള്ളതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്ത സാധനം അവിടെ റിഫ്ലക്റ്റ് ആവും. മറ്റേ ടെക്സ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ മാറ്റാം. എന്നിട്ട് ജസ്റ്റ് കൺട്രോൾ എസ് കൊടുക്കുക, സേവ് ചെയ്യാം. അപ്പോൾ സേവ് ആയിട്ടുണ്ട് അവിടെ. അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ സെയിം ചേഞ്ച് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി, അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, മാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് റൊട്ടേഷനും എക്സ് ആക്സിസിലും സെഡ് ആക്സിസിലും വൈ ആക്സിസിലും നമുക്ക് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതും ഇതിനകത്ത് കറക്റ്റായിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ 2 ബോർഡ് ഉണ്ടല്ലോ അതിൽ തന്നെ, ആ നെക്സ്റ്റ് ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏരിയ നമുക്ക് ഇതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. ചേഞ്ച് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ വൈറ്റ് ആണ് ഡിഫോൾട്ടായിട്ട് വരുന്ന കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് നിന്ന് കളർ സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ സാധാരണ വൈറ്റ് ബ്ലാക്ക് ആണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത്. വേറെ കളർ പച്ച, നീല, മഞ്ഞൊന്നും കാണാറില്ലല്ലോ. അങ്ങനെ വരണമെങ്കിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. ഇപ്പോൾ ആ പച്ച കിടക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇത് ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ രണ്ടും ഇവിടെ ആ 2 ചേഞ്ചസ് ഇവിടെ വന്നു. വാളയാർ, കോയമ്പത്തൂർ, മുക്കടം, വാളയാർ ഇതൊക്കെ വന്നു. അപ്പോൾ കണ്ട ആ ബ്ലാക്ക് അവിടെ സ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഗ്രീൻ ബോർഡിൽ വൈറ്റ് ഫോണ്ട് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി ആയിട്ട് അതിലുള്ള ആ ടെക്സ്റ്റ് ഒഴികെ ബാക്കിയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് ടെക്സ്റ്റ്, ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൽഫബറ്റ്സോ, പെട്രോൾ ബങ്കിൻ്റെ സിമ്പലോ, ഹോട്ടലിൻ്റെ സിമ്പലോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോഫി ഒരു കപ്പാണ്, അത് നിങ്ങൾക്ക് സാധാ ഡ്രോയിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് വലുതാവും. അതിൻ്റെ ഡയമെൻഷൻ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതവിടെ വെക്കുക. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്തു. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇട്ട് കൊടുക്കുക. എല്ലാം സാധാ സിമ്പിൾ നമ്മൾ പെയിൻറ്റിലോ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല അതിൽ. അവിടെ അടിച്ചു കൊടുക്കുക, സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ അത്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഇതിൽ ഈ സെക്ഷനിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.